ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും മികച്ച സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയുന്ന ഒന്നോ രണ്ടോ സീസണുകളിൽ ഒരു പേര് സീസൺ 4 ആയിരിക്കും. അതിന് കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ് അല്ലേ. റോബിനാണ് ആ സീസണിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നത്. ആ സീസണെ നയിച്ച പ്രധാനികളിൽ ഒരാൾ റോബിനായിരുന്നു. നമ്മുടെ ഈ ചാനലിലൊക്കെ ഒരുപാട് വീഡിയോകൾ റോബിനെ കുറിച്ച് ആ സമയത്ത് നമ്മൾ ചെയ്തതാണ്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോബിൻ നിറഞ്ഞു നിന്ന ഒരു കഥാപാത്രമാണ് ബിഗ് ബോസിനകത്ത്. ഇപ്പോഴും മലയാളം ബിഗ് ബോസിൽ ഏറ്റവും അധികം പ്രേക്ഷക പിന്തുണയുള്ള വ്യക്തികളിൽ ഒരാൾ റോബിൻ തന്നെയാണ്. ഒരുപക്ഷെ മുമ്പിൽ തന്നെ ഉണ്ടാവും റോബിന്റെ പേര്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയുമായിട്ട് വരാൻ കാരണം ഡോക്ടർ റോബിന്റെ ഒരു രാഷ്ട്രീയ പ്രവേശനം തന്നെയാണ്. അദ്ദേഹം BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. ചിലപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. ആ ഒരു കണ്ടസ്റ്റന്റ് ഒരുപാട് പ്രേക്ഷക പിന്തുണ ഉണ്ടാക്കിയ ഒരാളാണ്. എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിൽ റോബിനെ പോലെ പ്രേക്ഷക പിന്തുണ ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോ അത്രയും ഒരു ഫെയിമിൽ നിന്നിട്ടുള്ള ഒരാള് കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ റോബിൻ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അതല്ലെങ്കിൽ കർണാടകയിലോ ആണെങ്കിൽ പോലും ഇപ്പോൾ BJPയിൽ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഗുജറാത്തിലാണെങ്കിലും ആരും ഞെട്ടില്ല. പക്ഷെ കേരളത്തിൽ റോബിനെ പോലെ എല്ലാത്തരം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്ന ഒരാള് പെട്ടെന്ന് BJP എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ മറ്റുള്ളവരുടെ ഞെട്ടലിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയത് റോബിൻ എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടി എന്നുള്ളതാണ്. അതായത് സാധാരണ രീതിയിൽ ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് പോയി കുത്തുന്നവരാണ് മെജോറിറ്റി മനുഷ്യരും. പക്ഷേ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ ഇത് തുറന്നു പറയാനായിട്ട് മടിക്കും. അപൂർവം ചിലർ മാത്രമാണ് തങ്ങളുടെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ. ഇപ്പോൾ മുകേഷിനെ പോലെ, സുരേഷ് ഗോപിയെ പോലെ അങ്ങനെ വളരെ കുറച്ചു പേര് മാത്രമാണ് അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മുടെ റോബിൻ എത്തിയിരിക്കുന്നത്. റോബിൻ ഒരു സിനിമാ താരമല്ല, മറിച്ച് ബിഗ് ബോസ് ഫെയിമാണ്. അതുകൊണ്ടാണ് നമുക്കത് ടോപ്പിക്കായിട്ട് മാറുന്നത്. നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന ഒരു ചാനലാവുമ്പോൾ നമ്മൾ ഒരുപാട് സംസാരിച്ച വ്യക്തിയാണ്. സീസൺ 4 കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർ ആഘോഷിച്ച ആളാണ്. അപ്പൊ കുറെ ആളുകൾക്ക് സങ്കടം തോന്നും, അയ്യോ റോബിൻ എന്നാലും BJP പോയല്ലോ എന്ന്. കുറെ ആളുകൾക്ക് സന്തോഷം തോന്നും. BJP അനുഭാവികൾക്കോ അല്ലെങ്കിൽ BJPക്കാരായിട്ടുള്ള ആളുകൾക്കോ റോബിന്റെ തീരുമാനത്തോട് ഭയങ്കര സന്തോഷം തോന്നാം. എന്നാൽ കുറച്ചു പേർക്ക് ഇപ്പോൾ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് സങ്കടം തോന്നാം. എന്നാലും ഈ ചതി വേണ്ടിയിരുന്നില്ല റോബിനെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. റോബിൻ ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഒന്നും എവിടെയും പറഞ്ഞിട്ടുള്ള ഒരാളല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ച് സ്ഥിരമായി സംസാരിക്കുന്ന ഒരാളേ അല്ല. റോബിന്റെ അദ്ദേഹത്തിന്റെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പൊളിറ്റിക്സിൽ ഇടപെട്ട അഭിപ്രായം ഒന്നും പറയുന്ന ആളല്ല. എല്ലാവരോടും എല്ലാത്തരം ആളുകളോടും വേദി പങ്കിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല പ്രോഗ്രാമുകളിലും ഒക്കെ. അപ്പൊ പെട്ടെന്ന് റോബിൻ എന്തുകൊണ്ട് BJP തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോ ദേശീയ പാർട്ടി എന്ന നിലയിൽ തെരഞ്ഞെടുക്കാൻ നിലവിൽ ഏതൊരാളും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി BJP ആണ്. BJP അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ BJPയിൽ ഒരാൾ പോയി എന്ന് പറഞ്ഞിട്ട് അത് വലിയ മഹാസംഭവമായിട്ടോ ഒരു കുഴപ്പമായിട്ടോ കാണേണ്ട കാര്യമില്ല. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് BJPക്കാരനായിട്ടുള്ള ഒരു വ്യക്തി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു രാജ്യത്താണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന രാജ്യത്താണ്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട് യോജിക്കുന്ന ഗവർണർ ഉള്ള നാട്ടിലാണ്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട് യോജിക്കുന്ന പ്രസിഡന്റ് ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി നിലവിൽ BJP ആണ്. തീർച്ചയായിട്ടും കോൺഗ്രസും CPM ഒന്നും ദുർബലമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി BJP ആണ്. അപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയ പ്രവേശനം നടത്താൻ തീരുമാനിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാം, അത് ജനനന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷൻ കൊണ്ടോ. ഇപ്പൊ ചില ആളുകൾക്ക് ഒരു സ്ഥാനം എനിക്ക് കിട്ടിയാൽ എനിക്ക് നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നും. പല രീതിയിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെ ഒരാള് തന്റെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ടൊരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഒരാൾ ചിന്തിക്കുമ്പോൾ ഏത് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് നോക്കിയാൽ ഇപ്പൊ കേരളത്തിലെ സാഹചര്യത്തിൽ CPM എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് നിലവിൽ. ഇന്ത്യയിൽ എല്ലായിടത്തും ആ ഒരു പാർട്ടിക്ക് പലയിടങ്ങളിലും അവർക്ക് സാന്നിധ്യം ഉണ്ടെങ്കിലും അധികാരം ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണുള്ളത്. കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടി നേരിടുന്നുണ്ട്. കേരളത്തിൽ ചിലപ്പോൾ അധികാരത്തിൽ ഇപ്പോൾ വന്നേക്കാം, പക്ഷെ എന്നാലും
ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആര് അധികാരത്തിൽ എത്തുമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരുപാട് തിരിച്ചടിയൊക്കെ നേരിടുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. 2014 തൊട്ട് ഇങ്ങോട്ട് കോൺഗ്രസിന് ദേശീയ തലത്തിൽ വിജയിക്കുവാനോ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തുവാനോ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർഫുൾ ലീഡറായിട്ട് തുടരുകയുമാണ്. അപ്പോൾ അവിടെ റോബിൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ ചൂസ് ചെയ്തത് BJP ആണെങ്കിൽ അതിൽ അദ്ദേഹത്തിന് തെറ്റു പറയാൻ പറ്റില്ല. കാരണം കേരളത്തിലും മികച്ച പ്രകടനം BJP അടുത്തിടെയായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ അവർക്ക് കിട്ടി. അതുപോലെ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ കാലമായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഭരണം നടത്തുന്ന പാർട്ടിയാണ്. പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ലീഡർഷിപ്പും ആ ഒരു പേര് ഒരു വലിയ ബ്രാൻഡാണത്. സോ അതിനോടൊരു ആരാധനയൊക്കെ ചെറുപ്പക്കാർക്ക് തോന്നാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം തീർത്തും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിന്റെ പേരിൽ ആ വ്യക്തിയെ അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അദ്ദേഹത്തിന്റെ ചോയ്സ് ആണ്. രാഷ്ട്രീയമായ വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാം, ആശയപരമായിട്ടുള്ള വിയോജിപ്പ് ഉണ്ടാവാം. ഇപ്പൊ ഈ റോബിന്റെ കേസിൽ മൂപ്പര് ഈ പറയുന്ന BJPയിലോട്ട് പോകുമ്പോൾ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ BJP രാഷ്ട്രീയം ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് വിഷമം തോന്നും. അപ്പോൾ ആശയപരമായിട്ടുള്ള എതിർപ്പുകൾ അല്ലെങ്കിൽ BJP പൊളിറ്റിക്സിനോടുള്ള എതിർപ്പുകളൊക്കെ നമുക്ക് ആർക്കും തുടരാം. പക്ഷേ റോബിൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് അദ്ദേഹം സമൂഹത്തിൽ എന്തെങ്കിലും വലിയൊരു അപരാധം ചെയ്ത ആളാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ അസാധ്യ ധൈര്യം വേണം കേരളം പോലൊരു സംസ്ഥാനത്ത്. കാരണം ഇവിടെ മെജോറിറ്റി എന്ന് പറയുന്നത് BJPക്ക് എതിരാണ്. എനിക്ക് തോന്നുന്നു 18-19% വരെയാണ് BJPക്ക് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 20% താഴെ മാത്രമാണ് കേരളത്തിൽ നിലവിൽ BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ. സോ അങ്ങനെ വരുമ്പോൾ 80% ആളുകൾ മറുഭാഗത്ത് പല പാർട്ടികളിലായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് BJP പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് അസാമാന്യ ധൈര്യം വേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ആ ഡിസിഷൻ എടുത്തത് റോബിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം അതിന്റെ പേരിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ റോബിനെ വിമർശിക്കും. കാരണം കഴിഞ്ഞ നാളുകളിൽ യാതൊരു തരത്തിലും ഈ പറയുന്ന തരത്തിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലോ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് റോബിൻ. റോബിന്റെ പേരിൽ കുറെ വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറി വളരെ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് എല്ലാത്തിൽ നിന്നും മാറി നിന്ന് പുള്ളിയുടേതായ ഒരു യൂണിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം ഇവിടെ വന്ന് BJPയുടെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പോൾ ഇത്രയും കാലം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേര് ചിലപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് എതിർത്ത് വന്നേക്കാം. അത് കേരള രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. പക്ഷെ ഇതിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവിടെ ആ വ്യക്തി സമൂഹത്തിൽ എടുക്കുന്ന നിലപാടുകളിലാണ് പ്രധാനം. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ എല്ലാവരോടും എന്ന പോലെ അദ്ദേഹത്തിന്റെ സമീപനങ്ങളിൽ മാറ്റം വരുത്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെയാണ്, നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ റോബിൻ ജസ്റ്റ് ആകെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമാണെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് BJP എന്ന് പറയുമ്പോൾ എന്തോ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കുറച്ച് ഡിഫറൻ്റ് ആണ്. ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി, ഇന്ത്യയിൽ തുടർച്ചയായിട്ട് 10-12 വർഷമായിട്ട് BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവം ഇതെല്ലാം നോക്കുമ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് വിചാരിച്ചാൽ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിലവിലെ കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ സാഹചര്യത്തിൽ ചിലപ്പോൾ BJP ആയിരിക്കാം. അതിലൊരു തർക്കവുമില്ല. കാരണം അത്രയും സ്ട്രെങ്ത് ഇന്ന് ആ പാർട്ടിക്ക് രാജ്യത്തിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഇത്രയും വലിയൊരു പ്രഖ്യാപനം നടത്തിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് മാറുന്ന ആദ്യത്തെ ആളാണെന്ന് തോന്നുന്നു നമ്മുടെ റോബിൻ. എന്തായാലും അത് റോബിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും കൂടുതൽ ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു.